ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ ഖത്തർ ഏഷ്യയുടെ അഭിമാനമാണ്. ലോകോത്തര നിലവാരമുള്ള സൗകര്യങ്ങളും സൗഹാർദ്ദം നിറഞ്ഞ അന്തരീക്ഷവും ഖത്തറിനെ ഏഷ്യയുടെ അഭിമാനമാക്കി മാറ്റിയിരിക്കുന്നു. അമേരിക്കയുടെ പട്ടാളത്താവളവും സംരക്ഷണവും ഉള്ളതുകൊണ്ട് ഖത്തറിന് മറ്റു രാജ്യങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വേൾഡ് കപ്പ് ഫുട്ബോൾ നടത്തിയതിനു ശേഷം ഖത്തർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 23 ലക്ഷം വിദേശികൾ ഖത്തർ കാണാൻ വരുന്നു. ഖത്തർ വിസ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ഉദാരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പണ്ട് വെറുമൊരു പേൾ ഫിഷിംഗ് വില്ലേജായിരുന്ന ഖത്തർ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പട്ടണങ്ങളിലൊന്നാണ് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹ സിറ്റി. ഈ പ്രദേശത്തെ വ്യാപാരത്തിൻ്റെയും സാംസ്കാരിക പരിപാടികളുടെയും ന്യൂക്ലിയസായി ദോഹ സിറ്റി മാറിയിരിക്കുന്നു. വിദേശികളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഖത്തറിൻ്റെ സഹിഷ്ണുതയുള്ള സമീപനമാണ് ഈ ചെറിയ രാജ്യത്തിന് ഇത്രയും വളർച്ചയുണ്ടാക്കിയത്. അറബിക് ഭാഷയാണ് ഖത്തറിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. അതിന് കാരണം വിദേശികൾ അറബിക് പഠിക്കണമെന്ന് ആരും അവരെ നിർബന്ധിക്കാറില്ല. ഖത്തറികൾ വിദേശികളോട് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. മിക്കവാറും എല്ലാ കടകളിലും ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അറബിക് ആരും ഉപയോഗിക്കുന്നില്ല. അതുപോലെ കർക്കശമായ ഇസ്ലാമിക ജീവിതശൈലി അടിച്ചേൽപ്പിക്കുവാൻ ഖത്തർ ശ്രമിക്കുന്നില്ല. വിദേശികൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വസ്ത്രം ധരിക്കുവാനും മദ്യപിക്കുവാനും ഖത്തറിൽ അനുവാദമുണ്ട്. കേരളത്തിന്റെ 1/3 മാത്രം വലിപ്പമുള്ള ഈ കൊച്ചു രാജ്യത്തിൽ 26 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു. അതിൽ 6.5 ലക്ഷം ഇന്ത്യക്കാരും 3.5 ലക്ഷം നേപ്പാളികളുമുണ്ട്. ഖത്തറികൾ 13% മാത്രമേ ഉള്ളൂ. ബാക്കി 87% വിദേശികളാണ്. ഖത്തറിലെ മനോഹരമായ ബീച്ചുകൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. പല ഹോട്ടലുകളുടെയും ഉള്ളിൽ പ്രൈവറ്റ് ബീച്ചുകളുണ്ട്. ഖത്തറിലെ ജനങ്ങൾക്ക് ഫുട്ബോളാണ് ഏറ്റവും വലിയ ഹരം. മികച്ച ഒരു ഫുട്ബോൾ ടീം ഖത്തറിന് സ്വന്തമായിട്ടുണ്ട്. മികച്ച റെസ്റ്റോറൻറ്റുകൾ ദോഹ നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നു. റിക്സ് കൗണ്ടി കിച്ചൻ റാസ് അബ്ദുൽ അബൌദ് സ്ട്രീറ്റിലാണ്. അമേരിക്കൻ ശൈലിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ലഭിക്കുന്നു. അതുപോലെ ആലിഷാൻ റെസ്റ്റോറൻറ്റ് ഇബ്ന് സീന തെരുവിലാണ്. മികച്ച ഇന്ത്യൻ ഭക്ഷണം ഇവിടെ ലഭിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം ബുഫേ സംവിധാനം ഒരുക്കാറുണ്ട്. അതുപോലെ അൽ സർക്ക റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ അറേബ്യൻ ശൈലിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നു. ഖത്തർ നാഷണൽ മ്യൂസിയത്തിൻ്റെ അടുത്താണ് അൽ സർക്ക റെസ്റ്റോറൻറ്റ്. അതുപോലെ അഞ്ചപ്പാർ ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് മികച്ച ഫുഡ് നൽകുന്നു. താലി സെറ്റ് രീതിയിലാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത്. ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകളും ദോഹ നഗരത്തിൽ ലഭ്യമാണ്. ലാ വില്ല ഹോട്ടൽ 4000 രൂപ നിരക്കിൽ മുറികൾ കൊടുക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമാണ്. അതുപോലെ വിക്ടോറിയ ഹോട്ടൽ 5000 രൂപ നിരക്കിൽ മുറികൾ കൊടുക്കുന്നു. ഇവിടെ സ്വിമ്മിംഗ് പൂളും ജിംനാഷ്യവും ഉണ്ട്. മിഡിൽ ഈസ്റ്റ് മേഖല മുഴുവൻ ഖത്തർ സ്വാധീനമുറപ്പിക്കാൻ കാരണം അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് എന്ന സ്ഥാപനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ്. അൽ ജസീറ ഇംഗ്ലീഷും അൽ ജസീറ അറബിക്കും അൽ ജസീറ അമേരിക്കയും ഇവരുടെ സബ്സിഡറി ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പോൾ ലോകമെമ്പാടും 70 ഓഫീസുകൾ ഇവർക്കുണ്ട്. അൽ ജസീറ ചാനൽ ഉപയോഗിച്ച് ഖത്തർ രാഷ്ട്രീയ അധികാരം വർദ്ധിപ്പിക്കുന്നത് സൗദി അറേബ്യയെ പ്രകോപിതരാക്കുകയും അവർ അൽ ജസീറ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഖത്തറിന് മേൽ ഉപരോധം നടത്തുകയും ചെയ്തിരുന്നു. എങ്കിലും അത് വിജയം കണ്ടില്ല. ഖത്തർ എയർവേസ് 150ഓളം വിദേശ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്നു. 200ഓളം പുത്തൻ വിമാനങ്ങൾ ഈ കമ്പനിക്കുണ്ട്. 43,000 ആളുകൾ ഖത്തർ എയർവേസിൽ ജോലി ചെയ്യുന്നു. ദോഹ നഗരത്തിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഖത്തർ എയർവേസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്.